ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അർഫി. സാധാരണഗതിയിൽ എല്ലാവരും പ്ലാൻ ചെയ്യും ട്രിപ്പ്. ഫാമിലി ആയാലും കപ്പിൾസ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരുടെ ഇടയിൽ നടക്കുന്നതാണ് പ്ലാനിങ്. ട്രിപ്പ് പ്ലാനിങ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് നടക്കും. അങ്ങനെ ഞങ്ങൾ കസിൻസിൻ്റെ ഇടയിലും കുറേ കാലങ്ങളായിട്ട് ഇതുപോലെ കുറേ പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കെൻഡിൽ പോലും ഈ സെയിം സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് പ്ലാൻ നടന്നതാണ്. ലാസ്റ്റ് എന്തൊക്കെയോ റീസൺസ് കൊണ്ട് അതൊന്നും നടന്നില്ല. നമ്മൾ ഇന്ന് നമ്മൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. ഒരു 6:40 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോരുത്തരെ ഓരോരോ സ്ഥലത്തുനിന്ന് പിക്ക് ചെയ്യാണ്. നമ്മളടുത്ത ആളെ പിക്ക് ചെയ്യാൻ പോവാണ്. കസിൻ്റെ മോൻ ചെറുതായിട്ടൊന്നും അവളെ കണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഡീൽ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ടീം വന്നു. കുറച്ച് ലേറ്റായി, ഒരു പറഞ്ഞ സമയത്തല്ല വന്നത്. അതിന് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. ബൈക്കൂടെ ഒക്കെ പോകണം. ഇടയൊന്നും പറ്റൂല. പോയിക്കോ, എയിലായാലും കുഴപ്പമില്ല, ഞാൻ ബാക്കിൽ വരും. ഇവർ കാര്യമായിട്ട് നമ്മൾ ഏത് റൂട്ടിലൂടെയാണ് പോവാന്നുള്ളത് ഡിസ്കസ് ചെയ്യാണ്. ആക്ച്വലി എനിക്ക് ഈ വഴിയൊന്നും അറിയില്ല. മുന്നിൽ പോകുന്ന ആളെ ഫോളോ ചെയ്യലാണ് നമ്മളെ പണി. അങ്ങനെ കുറേ കളിയും ചിരിയും കഥ പറച്ചിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിഡൻ ഫുഡ് സ്പോട്ട്. ഈ വ്ളോഗിൽ ഇവരൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ വോയിസ് ഇതിൽ കാണും. ഹലോ ഗൈസ് പറഞ്ഞിട്ട്, വേറൊന്നുമല്ല. ഇത് വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതിന് എല്ലാവരും നല്ല ആക്റ്റീവാണ്. അങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. നാരങ്ങാളി പറയുന്ന സ്ഥലമാണ്, എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടാണ്. നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 7:30 ഒക്കെ കഴിഞ്ഞാണ്. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ദേ നിൽക്കുന്ന ഒരാൾ എൻ്റെ സെയിം ഡ്രസ്സ് എങ്ങനെയാണ് അവ വാങ്ങിയത്. ഓർഡർ കൊടുക്കൽ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒന്നും നമ്മൾ മിസ്സാക്കിയില്ല. എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തിട്ട്. ഇവർക്കാർക്കും വയ്യാത്തതുകൊണ്ടല്ല അങ്ങനെ നിൽക്കുന്നത്, ഫേസ് വരുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ വന്നു, 1 by 1 ആയിട്ട് വന്നു. കുറേ ഒന്നും ലാഗില്ല, സാധനം നമുക്ക് പെട്ടെന്ന് കിട്ടി. സീറ്റ് കിട്ടാനാണ് കുറേ സമയം എടുത്തത്. ഈസിയിലൊന്നും കണ്ട് നാച്ചോ അടുത്ത ദിവസത്തിൻ്റെ പഞ്ഞി കിടുമല്ലായിരിക്കും. നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടത്. സാധനങ്ങൾ വന്ന് വണ്ടി കയറണ്ടേ. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും ആക്ടിങ്ങും. പോകുന്ന വഴിക്കാണ് അടുത്ത പ്ലാൻ വീണത്. ഇതും അറിയാവുന്ന സ്ഥലമായിരിക്കും, സങ്കേതം. ഇതും ട്രെൻഡിങ് ആയിട്ടുള്ള സ്ഥലമാണ്. സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല ഹെവി റെയിൻ. ഉഷാറ്. തിരിച്ച് വണ്ടിയിലെത്താൻ സമയമല്ല, അപ്പോഴേക്കും ട്രെയിൻ നമ്മളടുത്തെത്തിക്ക്. അപ്പം നമ്മളങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല. ഏതായാലും റെയിനല്ലേ, കുറച്ച് ചിറാപ്പുഞ്ചി ആയാലോ.
ഇവിടുന്ന് ഒരാൾ ഞാൻ ചാടട്ടെ ചാടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത് ചാടി. ശുഭം ചെരുപ്പ് ഒലിച്ചു പോയി. കുറേ തപ്പി, സംഭവം കിട്ടിയില്ല. സാരല്ല, പോട്ടെ, എന്നാലും ചാടിയല്ലോ. ഞങ്ങൾ മഴ നല്ല ഹെവി ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ്. എൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ അതൊന്നുമല്ല, ഈ നനഞ്ഞ് ചീഞ്ഞ ഡ്രസ്സും കൊണ്ട് എങ്ങനെ വണ്ടി കയറുന്നുള്ളതായിരുന്നു. പക്ഷെ ഇവർ കയറണ്ടേ, കയറില്ല. നല്ലോണം കുളിച്ച മഴയത്ത്. അങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് ഉണക്കാൻ പുറത്തിട്ട് അങ്ങനെ ബാക്ക് ടു നോർമൽ. ബൈ ആൻഡ് ബാക്ക് ടു ഹോം. എല്ലായിടത്തും പ്രഷർ വരുന്നുണ്ട്. അത് കസിൻ്റെ വക ഒരു ബൈ ബൈ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു 11:30 ഒക്കെ ആയി. എന്തായാലും നല്ല ഉഷാറായിട്ട് അടിച്ചു പൊളിച്ച് വെൽ എൻജോയ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.